പുനർജനി പദ്ധതി ക്രമക്കേടിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി എ.ആർ. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പറവൂരിലെ ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കൊള്ളയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിയതെന്നും ഭൂമി വാങ്ങിയതിലും പാടം നികത്തിയതിലുമടക്കം അഴിമതി നടത്തിയിട്ടുണ്ടെന്നും എ.ആർ. രഞ്ജിത്ത് പറഞ്ഞു. രണ്ടായിരത്തി 2018 മഹാപ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് നടത്തുന്നത്. 217 വീടുകൾ വെച്ച് നൽകിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. എന്നാൽ പിരിച്ച പണത്തിന്റെ കണക്ക് ബോധ്യപ്പെടുത്താനോ നിർമ്മിച്ചു നൽകിയ വീട് എവിടെയെന്നതിന് ഉത്തരം നൽകാനോ വി.ഡി. സതീശന് സാധിച്ചിട്ടില്ല. പറവൂരിലെ ജനങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന കൊള്ളയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിയതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ.ആർ. രഞ്ജിത്ത് പറഞ്ഞു. പണിത വീടുകൾ എവിടെയാണ്, ഏതൊക്കെ വീടുകളാണ്, ആർക്കൊക്കെയാണ് പണിത് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. പല സംഘടനകളും അവരുടെ പേരിൽ പണിത് കൊടുത്ത വീടുകളും മറ്റു രീതിയിലെല്ലാം പണിത വീടുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കുറച്ച് വീടുകളുടെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയെല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. എങ്ങനെയെല്ലാം ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും, കൊള്ളയടിക്കാൻ പറ്റും, അത്തരത്തിലെല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിനകത്ത് ഒരു തരത്തിലുള്ള ആശങ്കയും സംശയവും വേണ്ട. ഇത് സതീശൻ നടത്തിയിട്ടുള്ള കൊള്ളയാണ് എന്നുള്ളതിന് ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. പുനർജനി പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിലും പാടം നികത്തിയതിലുമടക്കം അഴിമതി നടന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്. പദ്ധതിയിലെ അഴിമതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ആരോപണവും പരാതിയുമായി ആദ്യം രംഗത്തു വന്നത്. ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. അഖിൽ ബാവച്ചൻ, നിഖിൽ ബാബു, ബിബിൻ വർഗീസ്, മനീഷ രാധാകൃഷ്ണൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.